അഭിജിത്തിലേക്ക് വീണ്ടും. അഭിജിത്ത്, MS സൊല്യൂഷൻസിന്റെ കാര്യത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയിലെ മറുഭാഗത്തെ പ്രധാനപ്പെട്ട ഈ പങ്കുകാർ എന്ന നിലയിൽ MS സൊല്യൂഷൻസിനെയാണോ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്? അവരുടെ ഇടപെടൽ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുണ്ട് എന്ന ഉറപ്പിന്റെ പുറത്താണോ ഇപ്പോൾ MS സൊല്യൂഷനിലേക്ക് ഈ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്? തീർച്ചയായും ഗോപി, നേരത്തെ ക്രൈംബ്രാഞ്ച് ഒരു പ്രാഥമിക അന്വേഷണമാണ് നടത്തിയത്. ആ പ്രാഥമിക അന്വേഷണത്തിന്റെ വേളയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് FIR ഇട്ടത്. ഈ FIR-ൽ പ്രതി ചേർത്തിരിക്കുന്നത് MS സൊല്യൂഷനെയാണ്, CEO ഷുഹൈബിനെയാണ്. അതായത് ക്രൈംബ്രാഞ്ചിന് ചില ലീഡുകൾ ലഭിച്ചിട്ടുണ്ട്, ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഈ MS സൊല്യൂഷന് നേരെയാണ്. ഈ ചോദ്യപേപ്പർ അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തയ്യാറാക്കുന്നത് മുതൽ അച്ചടി കഴിഞ്ഞ് വിതരണത്തിനെത്തുന്നത് വരെയുള്ള ആ ഒരു സമയത്ത്, ആ ഒരു പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടോ, അത് ഈ MS സൊല്യൂഷന്റെ CEO ആയ ഷുഹൈബിന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടോ, അത് ലഭിച്ചത് വഴി ഇത്തരം വീഡിയോ കണ്ടന്റുകൾ തന്റെ യൂട്യൂബ് ചാനൽ വഴി ഷുഹൈബ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടോ, ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർന്നു എന്ന് തന്നെയാണ് പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് എങ്ങനെയാണ് അത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത് എന്നുള്ള കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. നേരത്തെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ചിലർ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിലെ ചിലരിൽ നിന്ന് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് KSU ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. നേരത്തെയും ഓണപരീക്ഷയുടെ സമയത്തും ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്തും ഒക്കെ സമാനമായ രീതിയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടാകുന്നു. ശരി അഭിജിത്ത്, ഏതായാലും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം MS സൊല്യൂഷനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അതേസമയം MS സൊല്യൂഷന്റെ CEO ഷുഹൈബ് ഒളിവിലാണ് എന്ന സൂചനകളും പുറത്തുവരുന്നു. ഈ അന്വേഷണത്തിന്റെ പുതിയ വിവരങ്ങളാണ് ഇനി നമുക്ക് അറിയാനുള്ളത്.